തെരഞ്ഞെടുപ്പിന് അംഗം കുറിച്ചതോടെ തിരക്കിട്ട ചർച്ചകളുമായി NDA ക്യാമ്പും. BJPയുടെ ആദ്യഘട്ട പട്ടിക മറ്റന്നാൾ പ്രഖ്യാപിക്കും. തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസനം മുൻനിർത്തി വോട്ട് തേടുമെന്ന് K. സുരേന്ദ്രനും പറഞ്ഞു. അല്ല, പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷയല്ല, ഇത് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ വിവാദ രാഷ്ട്രീയമല്ല വിട്ടൊരു വികസന രാഷ്ട്രീയം കൊണ്ടുവരണമെന്ന്. ജനങ്ങൾ ആവശ്യം 70 കൊല്ലം ഒന്നും നടക്കാണ്ട് ഇന്ന് എത്ര കൂടുതൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതെല്ലാം മാറ്റണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ മാറ്റം മതിയായി. ഈ CPM, LDF, കോൺഗ്രസ്, UDFന്റെ രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം മതിയായി. ഇനിയിപ്പോൾ വികസന രാഷ്ട്രീയം നമുക്ക് തുടങ്ങാം. എൻ്റെ സ്ഥാനത്ത് 100% ഉണ്ടാവും. പിന്നെ 140 സീറ്റിൽ NDA സ്ഥാനാർത്ഥി ഉണ്ടാവും. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണിയായിട്ട് ഇതിനോടകം NDA മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2024 ഞങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് താമരയിൽ ഒരു MP ജയിച്ചു. 2025 LDFന് കിട്ടിയതുപോലെ ഒരു കോർപ്പറേഷൻ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് NDA മാറിക്കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതിൻ്റേതായിട്ടുള്ള ജനവിധിയായിരിക്കും. ജനങ്ങൾ പൂർണ്ണമായിട്ടും നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടിനനുസരിച്ച് കേരളത്തിൽ വിധിയെഴുതും. മോദിയുടെ വികസന രാഷ്ട്രീയത്തിന് കേരളത്തിൽ അംഗീകാരം കിട്ടാൻ പോകുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഇത്തവണ BJP കേരളത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കും സംശയമില്ല, ഞങ്ങൾക്കും സംശയമില്ല. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, കോർപ്പറേഷൻ പിടിച്ച ആത്മവിശ്വാസത്തിലാണ് NDA കളത്തിലിറങ്ങുന്നത്. നിർണായക ശക്തിയാകുമെന്നൊക്കെയാണ് നേതാക്കൾ പറയുന്നത്. എന്താണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴുള്ള അവ്യക്തതകളൊക്കെ മാറി എപ്പോഴേക്ക് പട്ടിക പുറത്തു വരും? ഒരുക്കങ്ങൾ എങ്ങനെയാണ് NDA ക്യാമ്പ്? അരുൺ, മറ്റന്നാൾ മാത്രമേ BJPയുടെ ആദ്യഘട്ട പട്ടിക പുറത്തു വരികയുള്ളൂ. കേന്ദ്ര പാർലമെന്ററി ബോർഡ് യോഗം ചൊവ്വാഴ്ച ദില്ലിയിൽ ചേരുകയും ആദ്യഘട്ട പട്ടിക, അതായത് 36 A ക്ലാസ് മണ്ഡലങ്ങൾ അടക്കം 41 സീറ്റുകളിലേക്കുള്ള ആ പട്ടിക അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അതായത് കോൺഗ്രസിന്റെ ആദ്യ പട്ടികയും CPMന്റെയും CPIയുടെയും മുഴുവൻ പട്ടികയും പൂർത്തിയായ ശേഷം മാത്രമേ BJPയുടെ ആദ്യഘട്ട പട്ടിക പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നോക്കിക്കാണേണ്ടത്. ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉറപ്പിച്ച ഇടം കരസ്ഥമാക്കിയിട്ടുള്ള ചില ആളുകൾ, പ്രത്യേകിച്ച് നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവിൽ R. ശ്രീലേഖ, കഴക്കൂട്ടത്ത് V. മുരളീധരൻ, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ എന്നിവരടക്കമുള്ള, തിരുവല്ലയിൽ അനൂപ് ആന്റണി, പാലായിൽ ഷോൺ ജോർജ്, പൂഞ്ഞാറിൽ PC ജോർജ്, അങ്ങനെയുള്ള പട്ടികയിൽ സ്ഥിരമായി അങ്ങനെ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ആളുകളുടെ പട്ടികയായിരിക്കും ആദ്യഘട്ടത്തിൽ പുറത്തു വരിക. അത് മറ്റന്നാളായിരിക്കും ഉണ്ടാവുക. അതോടുകൂടി ഔദ്യോഗികമായി ഈ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ ഒരു ഏകദേശ ചിത്രം പുറത്തു വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ചില തർക്കങ്ങൾ ഘടകകക്ഷികളുമായി നിലനിൽക്കുന്നുണ്ട്. അത് കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തുറയും അടക്കമുള്ള മണ്ഡലങ്ങളിലാണ്. കൊടുങ്ങല്ലൂരിൽ B. ഗോപാലകൃഷ്ണനെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അവിടെ BDJS അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം 2020 തൃപ്പൂണിത്തുറയിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ സാബുവും ജേക്കബ് മത്സരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി BJPയും 2020യുമായുള്ള ചർച്ചകൾ നീണ്ടുപോവുകയാണ്. അക്കാര്യത്തിൽ കൂടി ഇനി തീരുമാനമാകേണ്ടതുണ്ട്. അരുൺ.